വൈദ്യുതാഘാതം ഏൽക്കുന്നത് പല രീതിയിലായിരിക്കാം. ഇപ്പോൾ വീടുകളിലൊക്കെ വൈദ്യുതോപകരണങ്ങൾ പ്രവർത്തിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ചെറിയ തോതിലുള്ള ഇലക്ട്രിക് ഷോക്ക് കിട്ടാറുണ്ട്. അത് വളരെ കുറച്ച് ഇലക്ട്രിസിറ്റി കറണ്ടിൻ്റെ തീവ്രത വളരെ കുറഞ്ഞിരിക്കുമ്പോൾ ചെറിയ ഷോക്കേ കിട്ടുകയുള്ളൂ. നേരെ മറിച്ച് ഇപ്പോൾ ഹൈ ടെൻഷൻ വയറിലൊക്കെ അറിയാതെ തൊട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ശക്തിയായിട്ടുള്ള ആഘാതമാണ് ഏൽക്കുക. അപ്പോൾ ഈ വൈദ്യുതിയുടെ തീവ്രത, ഉള്ളിൽ കടക്കുന്ന വൈദ്യുതിയുടെ തീവ്രത അനുസരിച്ചിട്ട് ആഘാതത്തിൻ്റെ തീവ്രതയ്ക്കും വ്യത്യാസം ഉണ്ടായിരിക്കും. തീവ്രമായ ഷോക്ക് കിട്ടി ഇലക്ട്രിക് ഷോക്ക് നമ്മൾ എങ്ങനെയൊക്കെ തടയാൻ ശ്രമിക്കാം എന്നുള്ളത് ആദ്യം നോക്കാം. വീടുകളിലൊക്കെ വയറിങ് ചെയ്യുമ്പോൾ ഇപ്പോൾ പുതിയ വീടുകളിലൊക്കെ എല്ലായിടത്തും ഉണ്ടായിരിക്കും സർക്യൂട്ട് ബ്രേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ആർക്കെങ്കിലും ഏതെങ്കിലും വൈദ്യുതോപകരണത്തിൽ നിന്ന് അല്ലെങ്കിൽ സ്വിച്ചിൽ നിന്ന് ഷോക്ക് വരികയാണെങ്കിൽ ഉടൻ തന്നെ വൈദ്യുതി കട്ട് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് സർക്യൂട്ട് ബ്രേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിയിരിക്കണം. അത് ആവശ്യം എല്ലാ വീടുകളിലും വെക്കേണ്ടതാണ്. അതുപോലെ നമ്മൾ നനഞ്ഞ കൈകളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരിക്കലും വൈദ്യുതിയുടെ സ്വിച്ചസ് അല്ലെങ്കിൽ വൈദ്യുത ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ പാടുകയില്ല. ചെറിയ കുട്ടികളൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഭിത്തിയുടെ താഴെയൊക്കെ പ്ലഗ് പോയിൻറ്റ്സ് എല്ലാം എപ്പോഴും പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്ത് വെക്കണം. കുട്ടികളുടെ ക്യൂരിയോസിറ്റിക്ക് അവർ അതിൻ്റെ ഉള്ളിൽ കൈയിടാനോ അല്ലെങ്കിൽ മെറ്റലായിട്ടുള്ള എന്തെങ്കിലും ഓബ്ജക്റ്റ് കടത്താനും സാധ്യതയുണ്ട്. അങ്ങനെ പലപ്പോഴും വൈദ്യുതാഘാതമേറ്റ കഥകൾ ഒരുപാടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വരാണ്ടിരിക്കാൻ വേണ്ടി അതിനുള്ള സുരക്ഷിതമായ ഏർപ്പാടുകൾ ചെയ്യണം. അതുപോലെ എപ്പോഴും ബാത്ത് ടബിൽ നിന്നിട്ട് അല്ലെങ്കിൽ നനഞ്ഞ സ്ഥലങ്ങളിൽ നിന്നിട്ട് ബാത്ത് ടബിൽ പ്രത്യേകിച്ചിട്ടും ഒരു വൈദ്യുതോപകരണവും പ്രവർത്തിപ്പിക്കാൻ പാടുള്ളതല്ല. ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരാൾ വരെ വൈദ്യുതാഘാതം ഏൽക്കുന്നതിൽ നിന്ന് നമുക്ക് ഒരു പരിരക്ഷ കിട്ടും. ഇനിയിപ്പോൾ ഷോക്ക് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈൻ ഓഫ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കലും പോയി അയാളെ പിടിക്കരുത്. കാരണം ഒരു വൈദ്യുതി ഷോക്ക് ഏറ്റുകൊണ്ടിരിക്കുന്ന ഒരാളെ നമ്മൾ പോയിട്ട് തൊടുകയാണെങ്കിൽ നമുക്കും വൈദ്യുതാഘാതം ഏൽക്കും. അതുകൊണ്ട് ഒരിക്കലും തൊടാൻ പാടില്ല. ഇനി ആ ഉപകരണം നമുക്ക് നിൽക്കാൻ, അതായത് ഓഫ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മരത്തിൻ്റെ അല്ലെങ്കിൽ റബ്ബറിൻ്റെ സാധനം ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കയറോ എടുത്തിട്ട് ഒരു ലൂപ്പ് മാതിരി ഉണ്ടാക്കി ആ ലൂപ്പിൽ കൂടെ കയ്യോ കാലോ എവിടെയാണ് ഷോക്ക് അടിക്കുന്നതെന്ന് വെച്ചിട്ട് അത് വലിച്ച് ആളെ മാറ്റാവുന്നതാണ്. ഹൈ ടെൻഷൻ വയറെന്നുള്ള ഷോക്ക് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ വ്യക്തിയുടെ അടുത്ത് പോകരുത്. നമ്മളെ ഉടനെ തന്നെ ഹെൽപ്പിനായിട്ട് ഫോൺ ചെയ്തോ എങ്ങനെയെങ്കിലും ആ വയറിൽ കൂടെയുള്ള വൈദ്യുത പ്രവാഹം കട്ട് ചെയ്യാനുള്ള ശ്രമം നടത്തണം. ഒരു 20 അടിയെങ്കിലും അകലെ നിൽക്കാനേ പാടുകയുള്ളൂ. അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഷോക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വൈദ്യുതി കൊണ്ടുള്ള പൊള്ളലുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ തണുപ്പിക്കാൻ യാതൊരു ശ്രമവും നടത്തരുത്. അതായത് തണുത്ത വെള്ളമോ ഒന്നും അതിൽ വെക്കാൻ പാടില്ല. നല്ല വൃത്തിയുള്ള ഒരു ബാൻഡേജ് കൊണ്ട് അത് മൂടിയിട്ട് ഉടനെ തന്നെ ആസ്പത്രിയിൽ എത്തിക്കണം. ചില സന്ദർഭങ്ങളിൽ ഭക്ഷണം കഴിക്കുമ്പോൾ കുട്ടികളിലായാലും മുതിർന്നവരിലായാലും പെട്ടെന്ന് ശ്വാസതടസ്സം അനുഭവപ്പെടാറുണ്ട്. ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ അത് അന്നനാളത്തിൽ പോകുന്നതിന് പകരം പെട്ടെന്ന് ശ്വാസനാളത്തിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ ശ്വാസതടസ്സം അഥവാ ചോക്കിംഗ് അനുഭവപ്പെടുന്നത്. കുട്ടികളിലാകുമ്പോൾ ചിലപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കളിപ്പാട്ടങ്ങളുടെ ചെറിയ കഷ്ണങ്ങളെല്ലാം വായുടെ ഉള്ളിൽ പെട്ടിട്ടും ശ്വാസതടസ്സം അനുഭവപ്പെടാം. സാധാരണഗതിയിൽ ഈ കളിപ്പാട്ടങ്ങളൊക്കെ വിൽക്കുന്ന കടയിൽ തന്നെ അതിൻ്റെ പാക്കറ്റിൽ എഴുതിയിട്ടുണ്ടാവും ചെറിയ കുട്ടികൾക്ക് കൊടുക്കരുത്, അതിൽ ലൂസായിട്ടുള്ള പാർട്സ് ഉണ്ട്, 3 വയസ്സിൽ മേതെയുള്ള കുട്ടികൾക്കേ കൊടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഈ ചെറിയ കഷ്ണങ്ങൾ വായിൽ പോയിട്ട് അത് ശ്വാസതടസ്സം അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പ്രത്യേക വാർണിംഗ് ഉള്ളത്. അപ്പോൾ കുട്ടികൾക്ക് കളിപ്പാട്ടം വാങ്ങുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ശ്വാസതടസ്സം അനുഭവപ്പെടുമ്പോൾ ഇത് ഈ ചെറിയ ഭക്ഷണത്തിൻ്റെ അംശമായാലും ശരി, ചിലപ്പോൾ കപ്പലണ്ടി അല്ലെങ്കിൽ ചെറിയ ഭക്ഷണത്തിൻ്റെ അംശങ്ങളെല്ലാം തൊണ്ടയിൽ കുടുങ്ങി അത് ശ്വാസനാളത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ തടസ്സം വരാം. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് ഭാഗികമായ തടസ്സമാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ചുമയ്ക്കാൻ തുടങ്ങുക, അതിശക്തമായി വയലൻ്റ് ആയിട്ടുള്ള ചുമ തുടങ്ങുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് തീരുമാനിക്കാം അത് ചെറിയ ശ്വാസതടസ്സം അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത്. ഭാഗികമായ തടസ്സമാണെന്നുണ്ടെങ്കിൽ ആ ശക്തിയായിട്ടുള്ള ചുമയോണ്ട് തന്നെ ആ ഭക്ഷണ പദാർത്ഥം എന്താണ് അവിടെ കുരുങ്ങിയിരിക്കുന്നത് എന്നുള്ളത് പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ചുമയ്ക്കുന്ന ഒരാൾ, കുട്ടിയായാലും മുതിർന്നവരായാലും, ചുമയ്ക്കുന്നുണ്ടെങ്കിൽ നല്ലവണ്ണം ചുമയ്ക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കണം. ചുമയ്ക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ പുറത്തൊക്കെ ഒന്ന് തട്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ തട്ടലിൻ്റെ ഇതിൽ പെട്ടെന്ന് ശ്വാസം ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉള്ളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ചുമയ്ക്കുന്ന ഒരാൾക്ക് ശ്വാസതടസ്സം കുറയാൻ വേണ്ടിയിട്ട് ചുമ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ആ ചുമയുണ്ട് തന്നെ മിക്കവാറും ശ്വാസതടസ്സം മാറിയേക്കാം. കാരണം ആ തങ്ങി നിൽക്കുന്ന ഫോറിൻ ബോഡി എന്ത് തന്നെ സാധനമായാലും മിക്കവാറും ഭക്ഷണത്തിൻ്റെ എന്തെങ്കിലും നന്നായി ചവച്ചരയ്ക്കാതെ കഴിക്കുന്നത് കൊണ്ട് ഭക്ഷണത്തിൻ്റെ എന്തെങ്കിലും പാർട്ടായിരിക്കും ഉള്ളിൽ തടഞ്ഞിരിക്കുന്നത്. അത് ചുമയുടെ ശക്തി കൊണ്ട് തന്നെ പുറത്തേക്ക് വരും.
ഇനി അങ്ങനെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, അത് ഭാഗികമായിട്ടുള്ള അടപ്പാണെന്നുണ്ടെങ്കിൽ ചുമയുണ്ട് തന്നെ വരും. ഇല്ലയെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ശ്വാസതടസ്സം അനുഭവപ്പെടുന്ന ഒരാൾ പെട്ടെന്ന് വല്ലാണ്ട് അജിറ്റേഷനാകും, പെട്ടെന്ന് തീരെ ശ്വാസം കിട്ടാത്ത വല്ലാത്ത ഒരു കണ്ടീഷനിലായിരിക്കും. അവർ തൊണ്ടയിലിങ്ങനെ കൈ പിടിക്കാനുള്ള സാധ്യതയുണ്ട്, പെട്ടെന്ന് നീല നിറമാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഒരാൾ ബോധക്കേട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ പ്രഥമ ശുശ്രൂഷ ചെയ്യേണ്ടതാണ്. ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഹെയിംലിക് മെനൂവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അഡൽട്ട് ആയാലും മുതിർന്ന കുട്ടിയായാലും നമ്മൾ വ്യക്തിയുടെ പുറകിൽ നിന്നിട്ട് കുറച്ചൊന്നിങ്ങനെ മുന്നോട്ട് ലീൻ ചെയ്യിച്ച് നിർത്തിയിട്ട് നമ്മളിങ്ങനെ കൈകൊണ്ടിങ്ങനെ പിടിക്കുക. ഒരു കയ്യിലൊരു ഫിസ്റ്റ്, അതായത് മുഷ്ടി ഉണ്ടാക്കിയിട്ട് ആ വ്യക്തിയുടെ ശ്വാസതടസ്സം അനുഭവപ്പെടുന്ന വ്യക്തിയുടെ വയറിൻ്റെ ഭാഗത്തായിട്ട്, അതായത് വാരിയലിൻ്റെ റിബ് കേജിൻ്റെ താഴെ വയറിൻ്റെ മേൽഭാഗത്തായിട്ട് ഇങ്ങനെ പിടിച്ച് മറ്റേ കൈകൊണ്ട് ശക്തിയിൽ ഉള്ളിലേക്കും മുകളിലേക്കും ശക്തിയായിട്ട് അമർത്തുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശ്വാസകോശത്തിലുള്ള വായു പുറത്തേക്ക് ശക്തിയായിട്ട് വരത്തക്ക വിധമാണ് നമ്മൾ തള്ളുന്നത്. ആ തള്ളലിൻ്റെ, അപ്പോൾ ആ വായു പുറത്തേക്ക് വരുന്നതിൻ്റെ കൂടെ ഭക്ഷണ പദാർത്ഥം പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 5 പ്രാവശ്യം നമ്മളിങ്ങനെ അബ്ഡോമിനൽ ത്രസ്റ്റ് കൊടുത്തിട്ട് വായിലൊന്ന് 2 വിരലിട്ടിട്ട് ഒന്നിങ്ങനെ നോക്കുക, ഭക്ഷണ പദാർത്ഥം പുറത്തേക്ക് വന്നിട്ടുണ്ടോ എന്ന്. വന്നിട്ടില്ലെങ്കിൽ വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് 1 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ആ വ്യക്തിക്ക് ബോധം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് പൂർണ്ണമായിട്ടുള്ള ശ്വാസതടസ്സം ഉണ്ടെന്നുണ്ടെങ്കിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നിലത്ത് കിടത്തിയിട്ട് സൈഡിലിരുന്നിട്ട് ഈ 2 കൈയിൻ്റെയും ഈ ഭാഗം കൊണ്ട് വയറിൻ്റെ മേലെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് 5 പ്രാവശ്യം ഇങ്ങനെ പ്രസ് ചെയ്യുക. നല്ലോണം ശക്തിയായിട്ട് വേഗം റാപ്പിഡ് സക്സസ് പെട്ടെന്ന് തന്നെ അത് പ്രസ് ചെയ്യുക. അപ്പോൾ എന്നിട്ട് ഫിംഗർ ഇട്ടിട്ട് നമ്മൾ കയ്യിൽ വായിൽ വിരലിട്ട് നോക്കുക ഭക്ഷണ പദാർത്ഥം പുറത്ത് വന്നിട്ടുണ്ടോ എന്ന്. അങ്ങനെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വ്യക്തിൻ്റെ ശ്വാസം എങ്ങനെയാണ് ശ്വസിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ശ്വസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കഴുത്തിലുള്ള നാഡിമിടിപ്പ് നമ്മൾ പിടിച്ചു നോക്കുക. പിടിച്ചു നോക്കിയിട്ട് നാഡിമിടിപ്പും ഇല്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ കൃത്രിമ ശ്വാസോച്ഛ്വാസം ചെയ്യാനുള്ള ആരംഭിക്കണം. ഉടനെ തന്നെ ഇതിനൊക്കെ മുമ്പ് തന്നെ ആദ്യം തന്നെ ഒരു വൈദ്യസഹായം അല്ലെങ്കിൽ ഹെൽപ്പിന് വേണ്ടിയിട്ട് ഉടനെ തന്നെ നമ്മൾ ഏർപ്പാട് ചെയ്യണം. കൂടെ വേറെ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ ആരോടെങ്കിലും പോയി ആംബുലൻസ് വിളിച്ചുകൊണ്ട് വരാനോ എമർജൻസി ആയിട്ട് ആസ്പത്രിയിൽ എത്തിക്കാനുള്ള നടപടികൾ ഇതിനു മുമ്പ് തന്നെ സ്വീകരിച്ചിരിക്കണം. അപ്പോൾ ഇത് പുറത്ത് വരുന്നത് വരെ കൃത്രിമ ശ്വാസോച്ഛ്വാസം ചെയ്യണം. അതിൻ്റെ കൂടെ ഈ അബ്ഡോമിനൽ ത്രസ്റ്റും കൊടുത്തുകൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ വളരെ ചെറിയ കുട്ടികൾക്കാണ് ഇങ്ങനെ പെട്ടെന്ന് ശ്വാസതടസ്സം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, 1 വയസ്സിൽ താഴെയുള്ള കുട്ടിയാണെങ്കിൽ നമ്മൾ മുട്ടിന്മേൽ കമിഴ്ത്തി കിടത്തി തല കുറച്ച് ചെരിച്ച് വെച്ചിട്ട് ഈ 2 തോളലിൻ്റെയും നടുവിൽ, അതായത് സ്കാപ്പുലിൻ്റെ നടുവിൽ കൈകൊണ്ട് ഇങ്ങനെ ശക്തിയായിട്ട് 5-6 പ്രാവശ്യം ഇങ്ങനെ നല്ല പ്രഷർ കൊടുത്ത് അടിക്കുക. അടിച്ചിട്ട് കൈ വായിൽ തല തിരിച്ചിട്ട് കൈ വായിലിട്ടിട്ട് അത് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ചെസ്റ്റിൽ, അതായത് നെഞ്ചിൽ ഈ സ്റ്റേണം എന്നുള്ള മാറിൻ്റെ എല്ലുണ്ടല്ലോ, ആ എല്ലിൻ്റെ താഴെ 2 വിരൽ വെച്ചിട്ട് നല്ലോണം ഒരു 5 പ്രാവശ്യം ഇങ്ങനെ പ്രഷർ കൊടുക്കുക. എന്നിട്ട് ആദ്യം വായിൽ വിരലിട്ട് ഇത് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇതിങ്ങനെ പിന്നെയും കമിഴ്ത്തി കിടത്തി, അത് വന്നിട്ടില്ലെങ്കിൽ പിന്നെയും കമിഴ്ത്തി കിടത്തി തട്ടിക്കൊടുക്കുക. മുന്നിലുള്ള ഇത് പ്രഷറും കൊടുക്കുക. ഇത് ഫോറിൻ ബോഡി പുറത്ത് വരുന്നത് വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയിൽ വൈദ്യസഹായം എത്തിക്കാനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്യാനും ശ്രദ്ധിക്കണം. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് എയ്ഡ്. ഒരുവിധം ആളുകളിലെല്ലാം ഈ ഹെയിംലിക് മെനൂവർ കൊണ്ട് തന്നെ പുറത്തേക്ക് വരാറുണ്ട്. വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്രിമ ശ്വാസോച്ഛ്വാസം ഉടനെ തന്നെ ചെയ്യാനുള്ള നടപടികൾ എടുക്കണം.